reactions and rate of chemical reaction എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. എന്താണ് ടോപ്പിക് എന്ന് നോക്കി, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ അല്ലെ, ഓക്സീകരണവും നിരാക്സീകരണവും. എന്റെ മക്കൾക്ക് ചെറിയ സംശയമുള്ള ഒരു ഏരിയ ആയിരിക്കും, മിസ് ഇന്ന് സെറ്റ് ആക്കി തരാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നോക്കാം എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ. നോക്കിയേ, അത് പറഞ്ഞു തരാൻ വേണ്ടി മിസ് ഒരു റിയാക്ഷൻ എടുത്തിട്ടുണ്ട്. നോക്കിയേ, Mg plus Cl2 giving MgCl2. ഓക്കെ, സിമ്പിൾ ഒരു റിയാക്ഷൻ ആണ്. ഇനി നോക്കാം Mg. Mg എന്താ, നമ്മുടെ മെഗ്നീഷ്യം ആണ് അല്ലെ. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ മക്കളെ, 12 അല്ലേ. ഓക്കെ, സെറ്റ് 12. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാ, എല്ലാവർക്കും അറിയാലോ. ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം, അടുത്ത ഷെല്ലിൽ 8, പിന്നെ 2 അല്ലെ. അപ്പൊ 282 എന്ന് പറഞ്ഞിട്ടാണ് ആരിയ്ക്കുക, നമ്മുടെ മെഗ്നീഷ്യം ഇരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു ആറ്റം എന്ന് പറയുന്നതാണ് സ്റ്റേബിൾ ആയിരിക്കണമെങ്കിൽ അവർ എന്ത് ചെയ്യണം, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 8 ആയിരിക്കണം അല്ലെ. ഒരു ഷെല്ലുള്ളെങ്കിൽ 2 ഇലക്ട്രോൺസ്, ബാക്കി എല്ലാ ഷെല്ലിലും 8 ഇലക്ട്രോൺസ് ആണ്. ഏറ്റവും അവസാനത്തെ ഷെല്ലിലെങ്കിൽ അവർ സൂപ്പർ ഹാപ്പി അല്ലേ. ഇവിടെ നോക്കിയേ, നമ്മുടെ മെഗ്നീഷ്യത്തിന്റെ അവസാനം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. തൊട്ടടുത്ത ഷെല്ലിലോ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇവിടം വരെ ആണെങ്കിൽ അവര് ഹാപ്പിയാണ്. പക്ഷെ എന്താ, ഇവിടെ 2 എണ്ണുള്ളതുകൊണ്ട് എന്താ ഇവര് ഹാപ്പി അല്ല. അപ്പൊ മെഗ്നീഷ്യം എന്താ നോക്കുക, മെഗ്നീഷ്യം ഈ 2 ആളെ എന്ത് ചെയ്യാൻ നോക്കും, പുറത്തോട്ട് വിടാൻ നോക്കും. അപ്പൊ മെഗ്നീഷ്യം എന്താണെന്നറിയോ, മെഗ്നീഷ്യം എന്ന് പറയുന്ന ആള് 2,8 ആയിട്ട് നിൽക്കും. അപ്പൊ 2 ഇലക്ട്രോണെ പുറത്തോട്ട് വിട്ടില്ലേ, നെഗറ്റീവ് ആൾക്കാരെ പുറത്തോട്ട് വിട്ടാ നമ്മൾ ആരായി, പോസിറ്റീവ് ആയില്ലേ. അപ്പൊ അതേപോലെ നമ്മുടെ മെഗ്നീഷ്യം 2 ഇലക്ട്രോണെ പുറത്തോട്ട് വിട്ടിട്ട് Mg2+ ആയി. ഓക്കെ, അപ്പൊ മെഗ്നീഷ്യം എന്താ, ഇങ്ങനെയാവും. അങ്ങനെയാണെങ്കിൽ ക്ലോറിന്റെ കേസ് എന്താ, ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്. അപ്പൊ ഓരോ ക്ലോറിൻ എന്താ സംഭവിക്കണേ നോക്കാം. അപ്പൊ ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 അല്ലേ. അപ്പൊ ഇവരെങ്ങനെ നിൽക്കുക, 287 എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുക. ഓക്കെ, അപ്പൊ 287 നോക്കി, അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണം, 8 ഇലക്ട്രോൺസ് വേണം. നോക്കി, ഈ 7 ആൾക്കാരെ കളയാനാണോ ഒരാൾക്കാരെ വാങ്ങിച്ചെട്ടാവാനാണോ ഇവര് നോക്കുക, ഒരാളെ വാങ്ങുന്നതല്ലേ എളുപ്പം. അപ്പൊ ക്ലോറിൻ എന്തെയും 1 ഇലക്ട്രോണെ വാങ്ങും. അപ്പൊ നോക്കി, നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്ന ആള് 288 ആവും. നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളെ വാങ്ങിച്ചാൽ നമ്മൾ എന്ത് ചാർജ് ആവും, നമുക്ക് നെഗറ്റീവ് ചാർജ് ആവും. അപ്പൊ അതേ ക്ലോറിൻ നെഗറ്റീവ് ചാർജ് ആയി. എത്ര നെഗറ്റീവായി, 1 നെഗറ്റീവായി, കാരണം 1 ഇലക്ട്രോണെ വാങ്ങിച്ചുള്ളൂ. അപ്പൊ നോക്കിയേ, നമ്മുടെ മെഗ്നീഷ്യം എന്ന് പറയുന്ന ആള് 2 ഇലക്ട്രോൺസിനെ കൊടുക്കും. ക്ലോറിൻ എന്ന് പറയുന്ന ആളെന്താ, 1 ഇലക്ട്രോണെ വാങ്ങിക്കും. നമുക്കിവിടെ 2 ക്ലോറിൻ ഉണ്ട്. അപ്പൊ 2 ക്ലോറിന് ഓരോ ഇലക്ട്രോണെ വെച്ച് വാങ്ങിച്ചിട്ട് നമ്മുടെ MgCl2 ആവും. അപ്പൊ ഇവിടെ നോക്കി, ഈ ഒരു റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്, മെഗ്നീഷ്യം എന്താ ചെയ്യുന്നത്, ഇലക്ട്രോൺസിനെ വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്താണ്, മെഗ്നീഷ്യം ഇലക്ട്രോണെ കൊടുക്കുന്നു, നമ്മുടെ ക്ലോറിൻ എന്താ സംഭവിക്കുന്നത്, ക്ലോറിൻ ഇലക്ട്രോണെ വാങ്ങിക്കുന്നു. അപ്പൊ നോക്കി, ഇലക്ട്രോണെ വിട്ട് കൊടുക്കുന്ന ആ ഒരു പ്രവർത്തനത്തിന് നമ്മൾ ഒരു പേര് വിളിക്കും. ആ പ്രവർത്തനമാണ് നമ്മുടെ ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. എന്താണ്, ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. അപ്പൊ നോക്കി, ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന ആ ഒരു പ്രോസസ് നമ്മൾ എന്ത് വിളിക്കും, റിഡക്ഷൻ എന്ന് വിളിക്കും. എന്താണ്, ഓക്സിഡേഷനും റിഡക്ഷനും. ക്ലിയർ അല്ലേ, ക്ലിയർ ആയില്ലേ. ഇനി മിസ് ഒരു കാര്യം പറഞ്ഞുതരാം, ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആൾക്ക്, അതായത് ഈ ഒരു റിയാക്ഷനിൽ നമ്മുടെ Mg+Cl2 ഗിവിംഗ് എന്തായിരുന്നു, MgCl2 അല്ലേ. അപ്പൊ നോക്കി, ഈ ഒരു റിയാക്ഷനില് Mgക്ക് എന്താ സംഭവിച്ചത്, Mgക്ക് 2 ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് 2+ ആവും. അപ്പൊ ഇവർക്ക് എന്താ സംഭവിക്കുന്നത്, ഓക്സിഡേഷൻ. അങ്ങനെ ഓക്സിഡേഷൻ സംഭവിച്ച ഈ ഒരു ആറ്റത്തിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ഓക്സിഡേഷൻ സംഭവിച്ചാൽ നമ്മൾ എന്ത് വിളിച്ചു, റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിച്ചു. എന്താണ്, ഉൾട്ടയാണ് ഇവിടെ നടക്കുന്നത് അല്ലെ, ഉൾട്ട. അപ്പൊ നോക്കിയേ, നമ്മുടെ ക്ലോറിന്റെ അവസ്ഥ എന്താ, ക്ലോറിൻ ഇലക്ട്രോൺസിനെ വാങ്ങിച്ചെന്താവും, Cl- ആവും അല്ലെ. 2 ക്ലോറിൻ അല്ലേ, 2 ക്ലോറിനും ഓരോരോ ഇലക്ട്രോൺസിനെ വാങ്ങിച്ച എന്താവും, Cl- ആവും. അപ്പൊ ഇവർക്ക് എന്താ സംഭവിച്ചത്, ഇവർക്ക് റിഡക്ഷൻ സംഭവിച്ചു. അങ്ങനെ റിഡക്ഷൻ സംഭവിച്ച ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും, ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കും. എന്താണ്, ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ മക്കളെ, എന്താണ് ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ് സെറ്റ് ആയിട്ട് മനസ്സിലായോ, ക്ലിയർ ആയോ? ഒന്നുകൂടി ക്രിസ്റ്റൽ ക്ലിയർ ആവാൻ വേണ്ടി മിസ് ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, മിസ് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ലോസ് ഓഫ് ഇലക്ട്രോൺസിനെ വിളിച്ച പേരെന്താണ്, ഓക്സിഡേഷൻ. നമ്മുടെ ഇലക്ട്രോൺസ് നഷ്ടമായ എന്താണ്, അതാണ് ഓക്സിഡേഷൻ. അതുപോലെ റിഡക്ഷൻ എന്താണ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ വാങ്ങിച്ചെടുത്ത് അവരെന്തായി, അവർക്ക് റിഡക്ഷൻ സംഭവിക്കും. അതേപോലെ മിസ് എന്താ പറഞ്ഞേ, ആറ്റം which loses electrons, ഇലക്ട്രോൺസിനെ നഷ്ടമാവുന്ന ആൾക്കാർ എന്ത് വിളിച്ചു, റെഡ്യൂസിങ് ഏജന്റ് എന്നും നമ്മുടെ
ഇലക്ട്രോൺസിനെ വാങ്ങുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിച്ചു? നമ്മൾ അവരെ വിളിച്ചത് ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ്. അപ്പൊ അത് ക്ലിയർ ആയോ? അത് ക്ലിയർ ആയെങ്കിൽ മിസ് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ എക്സാമ്പിൾ നോക്കിയോ, Mg+F2 giving MgF2. ഓക്കെ, അപ്പൊ ഇതിലിവിടെ ആരൊക്കെയുണ്ട്? രണ്ടാൾക്കാരുണ്ട്. ഈ രണ്ടാൾക്കാർക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. ആദ്യത്തെ ആള് മഗ്നീഷ്യം. മഗ്നീഷ്യം കുറച്ചു മുമ്പ് നമ്മൾ കണ്ടു, എന്നാലും ഒന്നുകൂടി എഴുതാം. എന്താണ്? 282 അല്ലെ? അപ്പൊ ഇവരെന്താ നോക്കുക? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനാണ് നോക്കുക. വിട്ടുകൊടുക്കുമ്പോ ഇവരെന്താവും? Mg2+ ആവും. അതായത് ഇവർക്ക് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പൊ ഫ്ലൂറിന്റെ കേസ് നോക്കാം. ഫ്ലൂറിനെ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 അല്ലേ? അപ്പൊ ഇവരെങ്ങനെ ഇരിക്കുക? 27 എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുക. അപ്പൊ അതെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എത്രയാവണം? 8 ആവണം. ഇവർക്ക് എത്രയാണ്? 7 ഉള്ളൂ. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവരെ മോളിത്തെ നമ്മുടെ മെഗ്നീഷ്യത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? കടം വാങ്ങും. അപ്പൊ ഇവരെന്താവും? കടമല്ല, പെർമനന്റ് ആയിട്ട് വാങ്ങും. അപ്പൊ ഇവര് 28 ആവും. അപ്പൊ ഇവർക്ക് എന്ത് ചാർജ് ആവും? ഒരു നെഗറ്റീവ് ആളെ വാങ്ങി. അപ്പൊ ഇവർക്ക് എന്ത് ചാർജായി? നെഗറ്റീവ് ചാർജായി. അതായത് ഇവർക്ക് സംഭവിച്ചത് എന്താണ്? ഇവർക്ക് സംഭവിച്ചതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്സിഡൈസ്ഡ് ആറ്റം. ഈ ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാണ്? അത് നമ്മുടെ മെഗ്നീഷ്യത്തിനല്ലേ? അപ്പൊ ഓക്സീകരണം സംഭവിച്ച ആറ്റം, അതായത് ഓക്സിഡൈസ്ഡ് ആറ്റം എന്ന് പറയുന്നത് നമ്മുടെ മെഗ്നീഷ്യമാണ്. ഇനി ഈ ഒരു ഓക്സിഡേഷന്റെ അല്ലെങ്കിൽ നമ്മുടെ ഓക്സീകരണത്തിന്റെ സമവാക്യം എങ്ങനെ എഴുതുന്നറിയോ? അതൊന്നുമില്ലാതെ നോക്കി എന്താണ് നമ്മുടെ മെഗ്നീഷ്യത്തിന് സംഭവിച്ചത് അത് അങ്ങ് എഴുതുക. അപ്പൊ നോക്കി, മെഗ്നീഷ്യം നോർമൽ Mg ആയിരുന്നു. അവർക്ക് എന്താ സംഭവിച്ചത്? അവർ Mg2+ ആയി. 2+ ആയപ്പോ എന്താ അവിടെ നടന്നത്? 2 ഇലക്ട്രോൺസിനെ അവർ കൊടുത്തു. അപ്പൊ 2 ഇലക്ട്രോൺസും Mg2+ ആയിട്ടാണ് ആരിയ്ക്കുക? നമ്മുടെ Mg ഇരിക്കുക. ഓക്കെ, അടുത്തത് നോക്കി, റെഡ്യൂസ്ഡ് ആറ്റം, അതായത് നിരോക്സീകരണം സംഭവിച്ച ആറ്റം ആരാണ്? ഇവിടെ ആരാണ് ഇലക്ട്രോൺസിനെ വാങ്ങിച്ചത്? അത് നമ്മുടെ ഫ്ലൂറിൻ അല്ലേ? അപ്പൊ ഫ്ലൂറിൻ ആണ് റെഡ്യൂസ്ഡ് ആറ്റം. ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ എന്താണ്? നമ്മുടെ നിരോക്സീകരണത്തിന്റെ സമവാക്യം നമ്മൾ എങ്ങനെയാണ് എഴുതുക? ആദ്യം എന്താണ് ഫ്ലൂറിന് സംഭവിച്ചത്? ഫ്ലൂറിന് ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണെ വാങ്ങിച്ചപ്പോൾ അവർക്ക് എന്ത് ചാർജായി? നെഗറ്റീവ് ചാർജായി, F- ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കട്ടെ, ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ സംഭവിച്ച ആൾ. അപ്പൊ ഇവിടെ റിഡക്ഷൻ സംഭവിച്ച ആർക്കാണ്? ഫ്ലൂറിൻ ആണ്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിച്ച ആള്. അത് ഇവിടെ ആരാണ്? നമ്മുടെ മെഗ്നീഷ്യം ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു റിയാക്ഷൻ തന്നാൽ എങ്ങനെയാണ് ഈ ആൾക്കാരെ കണ്ടുപിടിക്കാന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ മിസ് ഒരാളെയും കൂടി തരാം, ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. നോക്കിയേ, സോഡിയം +Cl2 ഗിവിംഗ് NaCl, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പുണ്ടാക്കുന്ന സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ നോക്കി, ഇവിടെ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 11 ആണ്. നമ്മുടെ ക്ലോറിന്റെയോ 17 ആണ്. അപ്പൊ സോഡിയം നിൽക്കുന്നത് 281 എന്നും ക്ലോറിൻ നിൽക്കുന്നത് 287 എന്നാണ് അല്ലെ? അപ്പൊ നോക്കി, ഇവിടെ സോഡിയം എന്താ മക്കളെ ചെയ്യാ? സോഡിയം ഒരാളെ പറഞ്ഞു വിടാൻ നോക്കും. കാരണം ഇവർക്ക് ഔട്ടർ മോസ്റ്റിൽ 8 ആയിട്ടിരിക്കാൻ. അപ്പൊ ഇവരെന്താ സംഭവിക്കുന്നത്? ഇവർ Na+ ആയിട്ട് മാറും. അതായത് ഇലക്ട്രോൺസിനെ കൊടുക്കും. അതായത് ഓക്സിഡേഷൻ നടക്കും. അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ എന്താ സംഭവിക്കുന്നത്? ക്ലോറിൻ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഇലക്ട്രോണെ വാങ്ങിച്ചത്. അതായത് സോഡിയം കളഞ്ഞ ആ ഒരു ഇലക്ട്രോണെ ആര് വാങ്ങും? നമ്മുടെ ക്ലോറിൻ വാങ്ങിയിട്ട് എന്താവും? Cl- ആവും. അതായത് റിഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ വേഗം എന്റെ മക്കൾ പറഞ്ഞോ, ഇതിലെ ഓക്സിഡൈസ്ഡ് ആറ്റം ആരാണ്? ഓക്സീകരണം സംഭവിച്ച ആറ്റം. അത് ഇലക്ട്രോൺസിനെ കൊടുത്ത നമ്മുടെ സോഡിയം അല്ലേ? അതെ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാ? ഇക്വേഷൻ സോഡിയം ആദ്യം സോഡിയം ആയിട്ടിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണെ ഇവരെന്ത് ചെയ്തു? കൊടുത്തല്ലേ? ഒരു ഇലക്ട്രോണെ കൊടുത്തിട്ട് അവർക്ക് എന്ത് ചാർജായി? അവർക്ക് പോസിറ്റീവ് ചാർജായി Na++1 ഇലക്ട്രോൺ. ഓക്കെ, Na++1 ഇലക്ട്രോൺ ആണ് എന്ന് പറയുന്ന നമ്മുടെ ഓക്സീകരണത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന. അടുത്ത റെഡ്യൂസ്ഡ് ആറ്റം ആരാണ്? റെഡ്യൂസ്ഡ് ആറ്റം നോക്കിയേ, ആരാണ് ഇലക്ട്രോൺസിനെ വാങ്ങിച്ചെടുത്തത്? നമ്മുടെ ക്ലോറിൻ ആണ്. അപ്പൊ അവരാണെന്ന് പറയുന്ന റെഡ്യൂസ്ഡ് ആറ്റം. അപ്പൊ നമ്മുടെ നിരോക്സീകരണത്തിന്റെ സമവാക്യം എങ്ങനെ എഴുതുന്നത്? ക്ലോറിൻ എന്താ സംഭവിച്ചത്? ക്ലോറിൻ ഒരു ഇലക്ട്രോണെ വാങ്ങിച്ചെടുത്തു. എന്ത് ചാർജായി? നെഗറ്റീവ് ചാർജായി. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നോക്കി, ഓക്സിഡൈസിങ് ഏജന്റ് ഇവരിൽ ആരാണ്?
ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്? റിഡക്ഷൻ സംഭവിച്ച ആള് അതാരായിരുന്നു? നമ്മുടെ ക്ലോറിൻ ആണ്. അങ്ങനെയാണെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആരാ മക്കളെ? അത് വേറെ ആരുമല്ല, ഓക്സിഡേഷൻ സംഭവിച്ച നമ്മുടെ സോഡിയം ആണ്. ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതില്? സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. Mg+O2 giving MgO. അപ്പൊ നമ്മുടെ മെഗ്നീഷ്യവും ഓക്സിജനും കൂടി ചേർന്ന് എന്തായി? മെഗ്നീഷ്യം ഓക്സൈഡ് ആയി. അപ്പൊ ഈ ഒരു റിയാക്ഷനിലെ ഓക്സിഡൈസ്ഡ് ആറ്റമും റെഡ്യൂസ്ഡ് ആറ്റവും ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും എന്റെ മക്കളൊക്കെ എന്ത് ചെയ്യുക? ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? അപ്പൊ താങ്ക് യു ആൾ. അപ്പൊ റിഡക്ഷനും ഓക്സിഡേഷനും എന്താണെന്ന് സെറ്റ് ആയിട്ട് മക്കൾക്കൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.